ഹലോ ഒരുപാട് ആൻഡ് വെൽക്കം ടു വീക്കെൻഡ് റിവ്യൂസ്. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഏത് വീഡിയോ ഇട്ടാലും ഫസ്റ്റ് വരുന്ന, അതായത് നമ്മൾ വളരെ കഷ്ടപ്പെട്ടക്കായിരിക്കും ഒരു വീഡിയോ ഇടുന്നത്. ഏത് വീഡിയോ ഇട്ടാലും ഫസ്റ്റ് വരുന്ന കമൻറ്റ്, അണ്ണ എപ്പോഴാണ് അടുത്ത പോഡ്കാസ്റ്റ് ഇവിടെ നിങ്ങൾ പോഡ്കാസ്റ്റ് നിർത്തിയോ, എന്താണ് സംഭവിച്ചത്? അതിനുള്ള ഉത്തരം ഞാൻ പറയാം. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ രണ്ട് സ്ഥലത്ത് നിൽക്കുന്നവരാണ്, അപ്പോൾ അതിൻ്റെ ഡിസ്റ്റൻസിൻ്റെയൊക്കെ ഇഷ്യൂ ഉണ്ടായിരുന്നു, അതുകൊണ്ടായിരുന്നു പോഡ്കാസ്റ്റ് ചെയ്യാൻ പറ്റാത്തത്. പക്ഷേ എന്നാലും അതിനൊരു ഡിമാൻഡ് ഉണ്ടെന്നും അല്ലെങ്കിൽ അതിനൊരു ഓഡിയൻസ് ഉണ്ട് എന്ന് മനസ്സിലാക്കിയത് വലിയൊരു കാര്യം തന്നെയായിരുന്നു. എനിവേസ്, അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് തമ്പനിയിൽ കണ്ടപ്പോൾ തന്നെ അല്ലെങ്കിൽ ക്യാപ്ഷൻ കണ്ടപ്പോൾ തന്നെ മനസ്സിലാക്കണം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് എന്താണെന്ന്. അതായത് എൻഡ് ഗെയിമിന് ശേഷം മാർവൽ എന്നുള്ള ടോപ്പിക്കാണ്. സോ എന്തായാലും ഫസ്റ്റ് ചോദ്യത്തിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ദ മോസ്റ്റ് ആബ്സല്യൂട്ട് വേർസ്റ്റ് മൊമെൻറ്റ് ഇൻ MCU എൻഡ് ഗെയിം കഴിഞ്ഞിട്ട് എന്തായിരിക്കും ഏറ്റവും വേർസ്റ്റ് മൊമെന്റ്? അത് എല്ലാവരുടെ ചോദിച്ചാലും മനസ്സിൽ ഒറ്റ ഒരു ഇമേജ് ആയിരിക്കും ആദ്യം വരുന്നത്. അതായിരിക്കും ഏറ്റവും വേർസ്റ്റ് മൊമെന്റ് ആയിരിക്കും. എന്താ പറയാ, MCU അതിലേക്ക് ഏറ്റവും ഗർത്തത്തിലേക്ക് വീണ മൊമെന്റ് അതായിരിക്കും. അതെ, എല്ലാവരും മിക്കവാറും ലാപ്ടോപ്പ് അടച്ചിട്ട് അതുവഴി പോയത്. അങ്ങനെ. അപ്പോൾ എന്തായാലും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫേസ് 4 തന്നെ സ്റ്റാർട്ട് ചെയ്യണം. കാരണം എൻഡ് ഗെയിം എല്ലാവർക്കും അറിയാം. എൻഡ് ഗെയിം എന്ന് പറഞ്ഞാൽ കൾച്ചറൽ ഫിനോമിനൻ, അതിഭീകരമായിട്ടുള്ളൊരു കൾച്ചറൽ ഫിനോമിനൻ ആയിരുന്നു. എല്ലാവരും കുളിച്ചെണീറ്റ് പോയി സിനിമയെ കണ്ട് എന്താ പറയുക, ഇപ്പോഴും അതിനെ കടത്തി വെട്ടുന്ന ഒരു എക്സ്പീരിയൻസ് ഇപ്പോഴും മാർവലിന് തരാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഈ ബെസ്റ്റ് തിയേറ്റർ എക്സ്പീരിയൻസ് ആണെങ്കിൽ പറയാം, ആ പടത്തിന്റെ ഒരു ഇമ്പാക്ട് കണ്ടിട്ടുള്ള ഏറ്റവും മികച്ച തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ലൈഫിൽ ഏറ്റവും മികച്ച തിയേറ്റർ എക്സ്പീരിയൻസുകളിലൊന്നും തന്നെയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വരുമ്പോഴും എന്താ പറയുക, ആ ലെവൽ ഓഫ് ക്വാളിറ്റി ആയിരിക്കും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന എല്ലാ പടത്തിനും എല്ലാ സീരീസിനും ഒക്കെ. കാരണം MCU ആ ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്തു. പക്ഷേ അവിടുന്ന് നമ്മൾ ഒട്ടും വിചാരിക്കാത്ത ഒരു ട്വിസ്റ്റാണ് പിന്നെ അങ്ങോട്ട് സംഭവിച്ചത്. കാരണം എൻഡ് ഗെയിം എന്നല്ല വന്നത്. കാരണം 2019 ഒന്നെയാണ്. ഇപ്പൊ ഏകദേശം 26 അങ്ങോട്ട് ക്ലച്ച് പിടിച്ചില്ല എന്നുള്ളത്. അതെ, ഇടയ്ക്ക് കയ്യിലെണ്ണാവുന്ന കുറച്ച് ഐറ്റംസ് ഉണ്ട് എന്നല്ലാതെ. ഒരു കാലത്ത് മാറുമല്ലോ അങ്ങനെ അല്ലായിരുന്നു, നേരെ തിരിച്ചായിരുന്നു. വിരലെണ്ണാവുന്ന മോശം പടങ്ങളും മെജോറിറ്റിയും ഹെവി സാധനങ്ങളായിരുന്നു ഇറക്കിക്കൊണ്ടിരുന്നത്. നേരെ തിരിച്ചായി. നമ്മൾ പറയുന്നുണ്ട്, ഞങ്ങൾ DC ഫാൻസ് ആയ ഞങ്ങൾ തന്നെ പറയും DC എന്ന് പറഞ്ഞാൽ കയ്യാലപ്പുറത്തെ എങ്ങനെ. നമുക്ക് പിന്നെ പ്രത്യേകിച്ച് പ്രതീക്ഷയൊന്നുമില്ല പണ്ട്. ഇപ്പോഴും സൂപ്പർ കളർ ഇറക്കി ബോംബായി. അപ്പോഴും നമുക്കറിയാം ഇത് തന്നെ ആയിരിക്കും പ്രയോജനം. അവര് പിന്നെ എനിക്കൊന്ന് ഓഡിയൻസിനെ ഗ്രാൻഡഡ് ആയിട്ട് എടുത്തു, അതാണ് പ്രശ്നമായി പോയത്. എന്ത് കോമാളിത്തരം കാണിച്ചാലും ശരിയായിരുന്നു ഒരു പരിധി വരെ. കാര്യം എന്ത് കോമാളിത്തരം കാണിച്ചാൽ നമ്മൾ കണ്ടായിരുന്നു. അതെ, അത് മാത്രമല്ല കോവിഡ് വന്ന സമയത്ത് നമുക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത സിറ്റുവേഷനായി. അപ്പം ഇവര് TV സീരീസ് കുറെ അനൗൺസ് ചെയ്തു. വയറിളകിയ പോലെ TV സീരീസുകളായിരുന്നു. അതിന്റെ തുടക്കം ഓർമ്മയുണ്ട്. അതാണ് ഫേസ് 4 സ്റ്റാർട്ടിങ്. വാണ്ടാവിഷനായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ വാണ്ടാവിഷൻ ആദ്യമൊക്കെ ഭയങ്കര പ്രതീക്ഷ എന്ന് വെച്ചാൽ വാണ്ടാവിഷൻ തുടങ്ങിയ സമയത്ത് ഹെവി എന്തോ ഭയങ്കര വലുത്. എൻഡ് ഗെയിമിന്റെ അപ്പുറം ഒരു സംഭവമാണ് ഇവർ ചെയ്യാൻ പോണെന്നല്ലേ നമ്മൾ മൾട്ടിവേഴ്സും അങ്ങനെയൊക്കെ ആയിരുന്നല്ലോ കാണിച്ചത്. പക്ഷെ ഓരോ എപ്പിസോഡ് പോകുന്ന അനുസരിച്ച് മറ്റേ കൂടുതൽ ക്വസ്റ്റ്യൻസ് ആയിരുന്നു, ആൻസർ തരാതെ അവര് അങ്ങനെ ഒരു അവസാനം കൊണ്ട് ഒരുമാതിരി ബോണർ ജോക്കും. അതെ, പിന്നെ അത് മാത്രമല്ല ഇവര് അതിനകത്ത് ഈ വാണ്ടെ പൊട്ടറാണ് ഒരു രീതി എന്ന് പറഞ്ഞില്ലേ, ഒരു ഹീറോ ആയിട്ട് കാണിക്കുന്നത്. ശരിക്കും അവര് വില്ലനാണ് അതിനകത്ത്. ഈ ടൗണിനെയൊക്കെ എൻസ്ലേവ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നിട്ട് അത് കഴിഞ്ഞിട്ട് മറ്റേ എവരൊരു ഡയലോഗ് പറയുമല്ലോ, മറ്റേ മോണിക്ക they will never know how much you sacrifice. എന്തോന്ന് ഇത്ര ആൾക്കാരെ ഇത്ര ചെയ്ത് വെച്ചിട്ട് പോക്കറ കാണിച്ചിട്ട് എത്ര പാവപ്പെട്ട യുവതി അവരെല്ലാം സാക്രിഫൈസ് ചെയ്തു. ഇനി അങ്ങോട്ട് വാണ്ടകാര്യം പറയാനുണ്ട്, അങ്ങോട്ട് എത്തിട്ട് ഇത് തുടക്കം മാത്രമാണ്. പക്ഷെ ഇവർ ഇവിടുന്ന് വാണ്ടയ്ക്ക് ഒരു വില്ലൻ ആർക്ക് അതൊരു പ്ലസ് പോയിന്റ് ആണ്. വില്ലൻ ആർക്ക് കൊടുത്തു എന്നുള്ളതൊരു പ്ലസ് പോയിന്റ് തന്നെയാണ്. കാരണം ആ ലെവൽ എന്ന് വെച്ചാൽ MCUവിനെ ഏറ്റവും വലിയ വില്ലൻ ആക്കാനൊക്കെ പൊട്ടൻഷ്യൽ ഉള്ള ആളായിരുന്നു. അവർ ലാസ്റ്റ് കൊണ്ടാക്കി. അത് നമുക്ക് പറയാം. നമുക്ക് വാണ്ടാവിഷൻ കഴിഞ്ഞിട്ട് ബ്ലാക്ക് വിഡോ ഇറങ്ങിയെന്ന് തോന്നുന്നു ആ സമയത്ത്. ഫിലിമായിട്ട് ഇറങ്ങിയത് ബ്ലാക്ക് വിഡോ. ഒരു ആവശ്യമില്ലാത്തൊരു അതെ, പ്രധാന നായിക മരിച്ചു. പക്ഷെ ഫ്ലാഷ് ബാക്ക് വേണം, നിങ്ങൾ കണ്ടോ? ഒരു ആവശ്യമില്ലാത്ത കൊച്ചിയത്തൊരു ജാതകം പറയുന്നതല്ലേ. അതെ, പക്ഷെ ഇത് സത്യം പറഞ്ഞാൽ അവർ 11 ടൈമിൽ ഇറങ്ങേണ്ട സാധനമായിരുന്നു. ഡിസർവ് ചെയ്യുന്ന ഒരു ക്യാരക്ടർ. അതെ, ബാക്കി എല്ലാവർക്കും സോളോ സിനിമ കിട്ടിയപ്പോൾ ഇവർക്ക് മാത്രം ഒരെണ്ണം. അതും എന്താ പറയാ, ഈ ഫീമെയിൽ പടം ഓടത്തില്ല എന്നുള്ളൊരു ധാരണയിലാണ് തഴഞ്ഞു വെച്ചിരുന്നത്. അവരുടെ ഡിസർവ് ചെയ്യുന്ന ഒരു ഇതായിരുന്നു. അതെ, ആ ഒരു ടൈമിൽ
അവർ ഇറക്കണമായിരുന്നു ബ്ലാക്ക്. എസ്പെഷ്യലി അവര് സ്കാർലറ്റ് ജോഹാൻസണൊക്കെ സ്റ്റാർഡമുള്ള ഒരു ആളായിട്ടെ ഒരു സോളോ പടം കിട്ടാൻ ഇത്രയും പാടായി പോയെന്ന് പറഞ്ഞാൽ കഷ്ടം തന്നെ. അതെ, പിന്നെ ഇറക്കിയപ്പോഴത്തേക്ക് എല്ലാം കഴിഞ്ഞു എല്ലാവരും പിരിഞ്ഞു പോണേ, എല്ലാം കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞു എന്നിട്ടാണ് വന്നേക്കുന്നത്. എനിക്കൊന്ന് എലനേനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ബേസിക്കലി ഉദ്ദേശിച്ചത്. എല്ലാവരെയും കുട്ടിപ്പട്ടളം എന്ന് പറയുന്നത് അടുത്ത സെറ്റ് ഓഫ് ആൾക്കാരെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി കുറെ സിനിമകളും സീരീസും വന്നിരുന്നു. പ്രത്യേകിച്ച് ഇമോഷണൽ ഇമ്പാക്ട് ഇല്ലായിരുന്നു, അതാണ്. അല്ല, ഇപ്പോഴും കൾച്ചറൽ ഇമ്പാക്ട് ഉണ്ട്. കാരണം ഇപ്പൊ ഇറങ്ങിയൊരു മറ്റേ ഹിന്ദി പടം ഉണ്ടല്ലോ ആൽഫ, സ്പൈ പടം ഹിന്ദി അറിയില്ല, YFR സ്പൈ യൂണിവേഴ്സിന്റെ ആൽഫ ആലിയ ഭട്ടിന്റെ പടം. ആലിയ ഭട്ടോ? ഏത് യൂണിവേഴ്സ് അറിയുന്നില്ല, ഞാൻ അറിഞ്ഞില്ലായിരുന്നു. അത് ബ്ലാക്ക് വിഡോയുടെ അമ്മാതിരി കോപ്പി അടിയാന്ന് പറയുന്നു. ഫ്രെയിം ടു ഫ്രെയിം അത്രയ്ക്ക് ദാരിദ്ര്യം, അത്രയ്ക്ക് ദാരിദ്ര്യം. അതിൽ നിന്നൊക്കെ കോപ്പി അടിക്കും, അതിൽ നിന്നൊക്കെ കോപ്പി അടിക്കുന്നതിലും സ്വന്തമായിട്ടിരുന്ന ഒരു കഥ. അങ്ങനെയാണ് ഇപ്പൊ ബോളിവുഡ് ഇപ്പൊ എവിടെ എത്തിയാണ്. പിന്നെ ഇപ്പൊ അങ്ങനെ ഒരു കഥ ആവുമല്ലോ. ഇപ്പൊ എഴുതി 5 കൊല്ലം കൊണ്ട് നല്ല കഥയായിരുന്നു, അതിനൊന്നും സമയമില്ല. അത് നമുക്ക് വേറൊരു വീഡിയോയിൽ ഇനി ഡിസ്കസ് ചെയ്യാം, അതിലേക്ക് വരാം. പടത്തിനകത്ത് ഈ ഫാൾ ഡാമേജ് എന്ന് പറയുന്ന സാധനം നമ്മുടെ ഗെയിം കളിച്ചിട്ടുള്ളവർക്കാണെങ്കിൽ അറിയാം. ഒറ്റ കുത്ത് തെറിച്ച് അയ്യോ, എവിടുന്നൊക്കെയാണോ അത് വീഴുന്നത്, ഒരു കുഴപ്പമില്ല, എണീറ്റങ്ങ് പോകും. അത് ആകാശത്ത് നിന്ന് 50 അടി മേളിൽ വീഴുന്നത്. അതുപോലെ മറ്റേ ഇടയ്ക്ക് ബ്ലാക്ക് കൂടെ മറ്റേ 2 നില കെട്ടിടത്തിന്റെ മണ്ടേന്നൊക്കെ വീഴുമല്ലോ, തലയൊക്കെ എവിടെയൊക്കെ ഇടിക്കും, ഒരു കുഴപ്പമില്ല. ഫാൾ ഡാമേജ് ഇല്ല അതില്. അല്ലെങ്കിൽ സൂപ്പർ സോൾജർ സാറ ഉണ്ടായിരുന്ന ഇതൊന്നുമില്ല. ആവശ്യമില്ലാത്ത ഫോഴ്സ്ഡ് ജോക്സ് പോലെ ഉണ്ടായിരുന്നല്ലോ. ഇവരെ ഈ ഫാമിലി ഒരുമിച്ചൊക്കെ ഇരുന്നിട്ട് എല്ലാം ഭയങ്കര ഡാർക്ക് മനുഷ്യരൊക്കെ, ഭയങ്കര ഡാർക്ക്. ശരിക്കും ബ്ലാക്ക് ഔട്ടിന്റെ സ്റ്റോറി ഭയങ്കര ഡാർക്ക് സ്റ്റോറി. അത് ഡാർക്ക് മറ്റേ കുറച്ച് സെക്കൻഡേ ഉള്ളൂ എങ്കിലും നമ്മുടെ ഏജ് ഓഫ് അൾട്രോണിനകത്ത് ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട്. അതൊക്കെ ഭയങ്കര ഇമ്പാക്റ്റ് ആയിരുന്നു. സ്കാർലറ്റ് വെച്ച് മാനിപ്പുലേറ്റ് ചെയ്യുമ്പോൾ കുറെ ഫ്ലാഷ് ബാക്ക് കാണിക്കുമല്ലോ, അതെല്ലാം പക്കയായിരുന്നു. നല്ലൊരു സ്റ്റോറി ആയിട്ട് എടുക്കായിരുന്നു, പൊട്ടൻഷ്യൽ ഉള്ള സാധനമായിരുന്നു. ഒരു ഇമ്പാക്റ്റും ഉണ്ടാക്കാൻ പറ്റാത്തൊരു വില്ലനൊക്കെ ആയിരുന്നു ആ ഫിലിമിൽ. വില്ലന്റെ ഇതാണെങ്കിൽ ഭയങ്കര കോമഡിയാണ്. മറ്റേ എന്തോ ഇവർക്ക് അറ്റാക്ക് ചെയ്യാൻ മാസ്ക് ഇട്ടുകൊണ്ട് പോയാൽ പോരെ എന്ന റൂമിൽ മണപ്പിച്ച് അവര് മൂക്കിടിച്ച് പൊളിക്കും, അതാണ് മാസ്ക് ഇട്ടുകൊണ്ട് പോയാൽ മതിയായിരുന്നു. അപ്പോൾ അങ്ങനെ. അപ്പോൾ അതായിരുന്നു ബ്ലാക്ക് വിഡോ. അത് കഴിഞ്ഞിട്ട് വന്നതാണ് നമ്മുടെ ഫാൽക്കൺ ആൻഡ് ദി വിന്റർ സോൾജർ. അത് സെറ്റപ്പ് ഒക്കെ കൊള്ളായിരുന്നു. എന്താ പറയുക, മറ്റേ ബ്ലാക്ക് ക്യാപ്റ്റൻ അമേരിക്ക ആദ്യം ഉണ്ടായിരുന്നു, ഇസയ ബ്രാഡ്ലി അപ്പടി ഇപ്പടി അതൊക്കെ കൊള്ളാം. പിന്നെ അങ്ങോട്ട് അങ്ങ് കയ്യിൽ നിന്ന് പോയി. പിന്നെ അവസാനം ഇപ്പം ബോട്ടുണ്ടാക്കലും ബോട്ട് പണിയിലാണ് അതിനകത്ത് ബോട്ടുണ്ടാക്കിയിരുന്നു. അത് പിന്നെ അതിനകത്ത് ടെററിസ്റ്റ് ഓർഗനൈസേഷൻ എന്നൊക്കെ കോമഡിയാണ്. അല്ല, ടെററിസ്റ്റ് ഓർഗനൈസേഷൻ, അതായത് ബോംബ് വെച്ച് ആൾക്കാരെയൊക്കെ കൊല്ലും, ബിൽഡിംഗ് പൊളിക്കും, പക്ഷെ പറഞ്ഞുകൂടാ ടെററിസ്റ്റ് എന്ന് പറഞ്ഞു. ആക്ടിവിസ്റ്റ് ആണ്. നമ്മളെ നാട്ടിലൊക്കെ ബോംബ് വെച്ച് ആൾക്കാരെ കൊന്ന ടെററിസ്റ്റ്, അവിടെ ആക്ടിവിസ്റ്റ് പറയാൻ പാടില്ല. ഇവരെ അജണ്ട എന്ന് പറയണത്, ഈ വോക്ക് അജണ്ട എന്ന് പറയണത് ഒരു ലോജിക് ഇല്ലാത്ത കാര്യം. അതെ ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അത് ടെററിസ്റ്റ് എന്ന് പറയാൻ പാടില്ല. അത് പിന്നെ ഭയങ്കര ഒരു മിസ്റ്റേക്ക് ആണ്. പിന്നെ അല്ലാതെ ആൾക്കാരെ ബോംബ് വെച്ച് വന്നിട്ട് ടെററിസ്റ്റ് വിളിക്കലെന്ന് പറഞ്ഞാൽ ഒഫൻഡഡ് ആവും. അല്ലല്ല, ടെററിസ്റ്റ് എന്ന് പറഞ്ഞാൽ മിഡിൽ ഈസ്റ്റുകാരായിരുന്നെങ്കിൽ ചിലപ്പോൾ ടെററിസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് ഉറപ്പ്. യൂറോപ്യൻസ് ആണ്, വെളുത്തിരുന്നാൽ മതി, കുഴപ്പമില്ല. കോസ്റ്റ്യൂമും ഭയങ്കര കോമഡി ആയിരുന്നു നമ്മുടെ ഇയാളുടെ ക്യാപ്റ്റൻ അമേരിക്കയുടെ. ഒക്കാണ്ടായത് വലിയ, അത് ഭയങ്കര ഹൈപ്പിലൊക്കെ കോസ്റ്റ്യൂം കൂടാ, അവന്റെ തലയിൽ പ്രൊട്ടക്ഷൻ ഇല്ല. അത് ഒരു സീനിൽ വന്ന് ജനലിൽ കൂടെ ഇടിച്ചിറങ്ങണം. പുള്ളി പോകുമ്പോൾ തേങ്ങ വല്ലതും വേണം തീർന്നു. പോട്ടൊരു കിളി വന്ന് ഇടിച്ചാലേ പറന്നു പോകും പുള്ളി, തലയിൽ മാത്രം ഹെൽമെറ്റ് ഇല്ല. ഇതിനകത്ത് അതുപോലെ തന്നെ ഏറ്റവും ഇൻഫമസ് ആയിട്ടുള്ള സീൻ തോന്നുമല്ലോ, ഡു ബെറ്റർ. എന്ത് ചെയ്യണം, അവസാനം എന്ത് ചെയ്യണമെന്ന് ഇങ്ങനെ തന്നെ ക്യാപ്റ്റൻ അമേരിക്ക ഡു ബെറ്റർ. പിന്നെ അങ്ങ് ചെയ്താൽ പോരെ, വെരി നൈസ്, നല്ല ഉപദേശം. നൈസായിട്ട് അങ്ങ് ഒഴിഞ്ഞു മാറി. ഇനി നിങ്ങൾ തന്നെ നോക്കിക്കോളാം, ഞാൻ പോകുന്നു. നമ്മളിതിലില്ല, നിങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്യും, എല്ലാം കൂടെ കുളമാക്കിയിട്ട് നീറ്റ് ഡയലോഗ് അടിക്കും. അല്ല, അത് നോക്കണേ, അത് ക്ലൈമാക്സ് ലാസ്റ്റ് എപ്പിസോഡിന്റെ അവസാനത്തെ 15 മിനിറ്റാണ് ഈ കാണ്ട കഥാപ്രസംഗമാണ്. അതെ, സത്യം. ഒരു സൈഡിൽ ബോട്ടുണ്ടാക്കും, അടുത്ത സൈഡിൽ കഥാപ്രസംഗം ബോട്ടുണ്ടാക്കൽ കഥാപ്രസംഗം. ഇയാള് ജോൺ വാക്കർ ഓക്കെ കൊള്ളാം, കുഴപ്പമില്ല. ജോൺ വാക്കർ അങ്ങനെ ആവശ്യമില്ലാതെ ഹേറ്റ് കൊടുക്കാൻ മാക്സിമം കൊടുക്കാൻ നോക്കുന്നുണ്ടായിരുന്നു. പുള്ളിയുടെ ഫ്രണ്ടിന് എന്തോ കൊന്നതാണ്, അടിച്ചു കൊന്നതിന് ശേഷം. അതെ, കംപ്ലീറ്റ് അത് റൈറ്റിംഗിൽ വരുന്നൊരു പാളിച്ചാണ് അതൊക്കെ. പിന്നെ അതുപോലെ അതിനകത്ത് ഈ ബക്കിക്ക് സത്യം പറഞ്ഞാൽ നല്ലൊരു ക്യാരക്ടർ അവർക്ക് കൊടുക്കായിരുന്നു. മറ്റേ അങ്ങനെ ഈ PTSD കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് ഒരു ഇമ്പാക്ട് PTSD കൊണ്ടുവന്നിട്ട് അതിനൊരു ഫ്ലാഷ് ബാക്ക് ഒരു സീക്വൻസ് കൊടുത്തിട്ടുണ്ട്, കൊള്ളാം. പക്ഷെ അത് കഴിഞ്ഞാൽ ആ ഒരു ആർക്കേ അങ്ങ് അവർ ഡ്രോപ്പ് ചെയ്ത പോലെ തോന്നുന്നു. നല്ലൊരു ഇതായിരുന്നു. പിന്നെ വന്നത് എറ്റേണൽസ് ആണ് ഫിലിമിൽ വന്നത്. എറ്റേണൽ സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു സീരീസ് ആയിട്ട് സീരീസിന്റെ ആയിരുന്നു ബിൽഡപ്പും സ്റ്റോറി ക്യാരക്ടേഴ്സ് ഉള്ളതുകൊണ്ട് അത്രയും പേരുണ്ട്. ഒരു ലോറിക്ക് ഒരു ബസ്സിലുള്ള നിറയെ ആളുണ്ടായിരുന്നു ആ സിനിമയ്ക്കകത്ത്. അങ്ങനെയൊക്കെ. പക്ഷെ അതിനെ
അങ്ങനെ കളിയാക്കാൻ മാത്രമൊന്നും ഒന്നുമില്ല, കളിയാക്കാനാണ്. മാത്രമല്ല അത് സങ്കടം തോന്നും. കാര്യം അതിൻ്റെ ഡയറക്ടർ അവർ മറ്റേ അക്കാഡമി അവാർഡ് കിട്ടിയിട്ടെ അത് കഴിഞ്ഞിട്ട് വീണ്ടും MCU ഇറങ്ങി വീണ്ടും അവർക്ക് അക്കാഡമി അവാർഡ് എടുത്ത് കിട്ടി, നോമിനേഷൻ കിട്ടി. അതിനകത്ത് മെയിൻ ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഇത്രയും വലിയൊരു ഇതായിട്ട് ഒന്നിലും ഇടപെടാത്തതിൻ്റെ ഒരു ഇത് മാത്രമേ ഇത്ര ഇവന്റ്സ് വന്നിട്ടേ നമ്മളിതിലില്ല, കണ്ടാൽ മതി. മറ്റേ ആൾക്കാരുണ്ടെങ്കിൽ നമ്മൾ ഇടപെടുള്ളൂ. അതെന്തോ അതവിടുത്തെ പരിപാടി. പിന്നെ അതുപോലെ അതിനകത്ത് മറ്റേ ആ ലാസ്റ്റ് വരുന്ന മറ്റേ സാധനം വരും, അതൊന്നും ആരും കാണുന്നില്ല. ഇവിടെ അവഞ്ചേഴ്സ് വരെ ഉള്ളതാ. പക്ഷെ പിന്നീട് അത് യൂസ് ചെയ്തിട്ടുണ്ട്, മറ്റേ ബ്രേവ് ന്യൂ വേൾഡ് ഫിലിമിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അതെ അതെ, അത് അഡമാൻഡി അതിനകത്ത് നിന്നാണ് ഉള്ളതെന്ന് പറഞ്ഞിട്ട് അത് ഓക്കെ യൂസ് ചെയ്തത് കൊള്ളാം. എറ്റേണൽസ് കഴിഞ്ഞിട്ട് നോവേ ഹോം ആക്ച്വലി ഈ ഇതിനകത്ത് വന്നായിരുന്നല്ലേ പക്ഷെ ഈ നോവേ ഹോമിന് ഇപ്പോൾ ഒരു റിവാച്ച് വാല്യൂ ഉണ്ടോ ആ ഫിലിമിന്? തോന്നുന്നുണ്ടോ അങ്ങനെ? എന്നുവെച്ചാൽ ഒരു ക്യാമിയോ മേളോ ആയിരുന്നു. ഇല്ല, കണ്ടിട്ടില്ല. അന്നത്തെ ആ ഓളത്തിൻ്റെ അന്ന് ആ ട്രിക്ക് അവർ ക്ലിക്ക് ആയതുകൊണ്ടാണ് പിന്നെ എല്ലാ ഫിലിമിനും പഴയ ആൾക്കാരെ കൊണ്ടുവരാനും പഴയ എക്സ്മെൻ യൂണിവേഴ്സിൽ നിന്നും സ്പൈഡർമാൻ യൂണിവേഴ്സിൽ നിന്നുള്ള ആൾക്കാരെ കൊണ്ടുവരുന്നത്. അത് ക്ലിക്കായതിനു ശേഷം അത് മിസ്യൂസ് ചെയ്യുന്നതായിട്ട് തോന്നി. ഇപ്പോൾ അതാ വരുന്ന ഡൂം സ്റ്റേയിലും മറ്റേ എല്ലാവരും മറ്റേ വെട്ട സിനിമയിലെ കൂട്ടം എല്ലാവരും കൂടെ ഉണ്ടല്ലോ ഫിലിം, എല്ലാവരും വരും കൂട്ടയടിയായിരിക്കും അതിനകത്ത്. അടുത്താണ് പിന്നെ മെയിൻ ഐറ്റം ഡോക്ടർ സ്ട്രേഞ്ച് മൾട്ടിവേഴ്സ്. ഡോക്ടർ സ്ട്രേഞ്ചിന്റെ കാര്യം പറയാനാണെങ്കിൽ ഭയങ്കര ഇതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ഇവിടുത്തെ ഏറ്റവും വലിയ സോസർ സുപ്രീം ഒക്കെ. പക്ഷെ മണ്ടനാ, ഇതിപ്പോ മണ്ടനാ. മുമ്പ് വിഷയമായിരുന്നു. മറ്റേ ടോം ഹോളന്റെ സ്പൈഡർമാൻ വന്ന് പറയും ഇങ്ങനെ ഇങ്ങനെ എല്ലാവർക്കും എന്തോ എന്റെ പേരറിയാം, അതുകൊണ്ടൊന്നും യൂണിവേഴ്സ് ആൾട്ടറിങ് സ്പെല്ലൊക്കെ പുള്ളി അങ്ങ് ചെയ്യുന്നേ ഒരു ഹൈസ്കൂൾ പയ്യൻ പറഞ്ഞിട്ട്. ഡോക്ടർ സ്ട്രേഞ്ച് ഇവിടുത്തെ ഗാർഡിയൻ. അതുപോലെ പുള്ളി മറ്റേ ഈ വാണ്ട ഇത്രയും വലിയ പോക്കർത്തനൊക്കെ അവിടെ കാണിച്ചു കൊടുത്തപ്പോൾ പുള്ളി മൈൻഡ് ചെയ്യുന്നില്ല, നമ്മളിതിലില്ല, കണ്ടാൽ മതി. അവിടെ ഭയങ്കര ടൗണിനെ കൂടെ എൻസിലേവ് ചെയ്ത് വെച്ചേക്കെ. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഉടനെ ഇയാളങ്ങ് പോവേ ഇവരെ കാണാൻ വേണ്ടിയിട്ട്. എന്താ വാണ്ട, എനിക്ക് നിന്റെ ഹെൽപ്പ് വേണം, എന്ത് ഇങ്ങനെ താനോസിനെ ഫൈറ്റ് ചെയ്ത ആളാ ഒറ്റയ്ക്ക്. ഏതൊരു പെണ്ണിനെ എന്തോ സഹായിക്കലട്ടെ ഷാവേസിനെ രക്ഷിക്കാൻ വേണ്ടി. അതും അവരെ കണ്ടറിയാൻ വില്ലൻ ആർക്കെങ്കിലും കാണുന്നു, നേരെ പോയി ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കോളാം എന്റെ കൂടെ ഉണ്ടെന്ന ആള്. അപ്പൊ കാര്യം ഈസി, അവരിങ്ങ് വരും. ആണോ എന്നാ ഇപ്പൊ ഞാൻ എത്തി. വെറും മണ്ടൻ അതിനകത്ത് ഡോക്ടർ സ്ട്രേഞ്ച്. ഡോക്ടർ സ്ട്രേഞ്ചിന്റെ ഹൈപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ മുന്നേ ഭീകര ഹൈപ്പ്. അതിനകത്ത് ഇല്ലാത്ത ആരും ഇല്ല, എല്ലാവരും ഉണ്ടത്. ബാറ്റ്മാൻ വരെ വരും, ടോം ക്രൂസ് സുപ്പീരിയർ അയൺമാനായിട്ട് വരുവാണ്. ഭയങ്കര തൊള്ളായിരുന്നു, എന്തൊരു തൊള്ളായിരുന്നു. എന്നിട്ട് അവസാനം വന്നപ്പോഴത്തേക്കോ 5 മിനിറ്റ് തികച്ചില്ല. അത് പട്ടിയ പോലെ ഒന്ന് മറ്റേ ഇങ്ങേരുണ്ടല്ലോ നമ്മളെ ജോൺ ക്രിസ്മസ്കി നൂഡിൽസ് ഒക്കെ നൂഡിൽസ് ആക്കിയിട്ട് പോകും പുള്ളിയെ. പിന്നെ അത് വേറെ ഐറ്റം ഉണ്ടോ മറ്റേ അല്ല ഇൻഹ്യൂമൻസിലാക്കി മറ്റേ വാ തുറന്ന അത് ഭയങ്കര മീമാണ്. അയ്യോ അത് മീം ടെംപ്ലേറ്റ് ആയി പിന്നീട്. അത് ഭയങ്കര മീം ടെംപ്ലേറ്റ്. അത് വന്ന ഉടനെ പവർ പറഞ്ഞു കൊടുക്കുകയാണ്. ഈ സിനിമയിൽ ആർക്കും വയ്യടെ. ചാൾസ് സേവിയറിനെ കഴുത്തൊടിച്ചു കൊല്ലുക. ചാൾസ് സേവിയറിന് അപമാനമാണ്. 4ാമത്തെ മരണം എന്തോണ് ഒരു ക്യാരക്ടറിന് ഇത്രയും മരണം കിട്ടി. പക്ഷേ ഇരുത്തം വന്ന് അടഞ്ഞാണ്ട് ഇരുന്നുള്ള അഭിനയം ഉള്ളൂ എല്ലാത്തിനും. പക്ഷെ ചടപറ കൊല്ലുകയാണ്. 4ാമത്തെ തവണ പുള്ളി മരിക്കുന്നത്. ഇനി ഡൂംസ്റ്റേയിൽ എന്തായിരിക്കും അതിനകത്ത് ഇനി ചത്ത ഇനി 5ാമത്തെ തവണ എന്തോ ആവും. പിന്നെ ഇവരെ മോട്ടീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂലോക കോമഡിയാ. വാണ്ടയുടെ മോട്ടീവ് മക്കളെ കൊണ്ട് ഇവരെ ഇതൊന്നും ക്യാരക്ടർ ആർക്കെന്ന് പറയണത് ഒരു ഭയങ്കര ഒരു എന്തോ പറയേണ്ടതെന്ന് നമുക്ക് അറിയത്തില്ല. ആക്ച്വലി ഒരു എൻഡിങ് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് അവരെ തന്നെ സ്വയം കില്ല് ഓഫ് ചെയ്യുന്ന രീതിയിൽ. അല്ലാതെ ആർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം അത്രയും പവർഫുൾ ആയിട്ടുള്ള നെക്സസ് ബി. അങ്ങനെ മാത്രമല്ല, ഇവർക്ക് ഈ മാർവലിന്റെ വോക്ക് ഐഡിയൊക്കെ അങ്ങനെ ഒരു ഇതുണ്ട്. സ്ത്രീകളെ ആണുങ്ങളെ തോപ്പിച്ചുകൂടാ. പല പടത്തിലും അങ്ങനെ ഇതുണ്ടോ, നമ്മൾ ശ്രദ്ധിച്ചാൽ മതി മനസ്സിലാവും. അങ്ങനെ ഹിഡൻ അജണ്ട ഉണ്ട് അവർക്ക്. പാണ്ഡെ ഭയങ്കരമായിട്ട് ഇവർ സിമ്പത്തറ്റിക് ആക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് ട്രാജഡി ഉണ്ട്. എന്ന് വെച്ചാൽ അതിനേക്കാൾ എത്ര ട്രാജിക് ക്യാരക്ടേഴ്സ് ഉണ്ട്. തോറിന്റെ ഒക്കെ ട്രാജഡി എന്നൊക്കെ പറഞ്ഞാൽ അതിൽ ഭയങ്കര ട്രാജഡി അല്ലേ. എന്നിട്ട് പുള്ളി ഇങ്ങനെ നടക്കുക, പുള്ളി അതിനെ ഉൾക്കൊണ്ട് നടക്കുകയാണ്. അതെ, മാത്രമല്ല ആസ് എൻ ആക്ട്രസ് അവർക്ക് ഒരുപാട് പെർഫോം ചെയ്യാനുള്ള സ്പേസ് ഉണ്ടായിരുന്നു. എലിസബത്ത് ഓൾസൺ ഒരിക്കലും നമുക്കൊന്നും പറയാനില്ല. അവർ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് തന്നെ. അടുത്ത തോർ ലവ് ആൻഡ് തണ്ടർ ആയിരുന്നു. അതിനകത്ത് തോർ വെറും ഒരു എന്തോടാ പൊട്ടനായി ബഫൂൺ പരിപാടിയായിരുന്നു. തോർ ശരിക്കും ഡമ്പാണ്. പക്ഷെ ഇതിനകത്തൊരു റിട്ടാർഡ് എന്ന് വേണമെങ്കിൽ പറയാം. നെവൽ ഇത് RDJ പറയുമല്ലോ, ഫുൾ റിട്ടാർഡ് അതിനകത്ത്. അത്ര മണ്ടനാ. കുറച്ച് ഡമ്പാണെങ്കിൽ ഇങ്ങനെ എനിക്ക് തോന്നുന്നു മറ്റേ എന്നാ പിന്നെ അതിനകത്ത് പുള്ളി ഡമ്പാണെന്നേ ഉള്ളൂ. അല്ല നല്ലതായിട്ട് സംഭവിച്ചു. അതോടെ അയാളെ പിടിച്ച് പുറത്താക്കി. തീരുമാനം അതിനുശേഷം പിന്നെ പച്ച പിടിച്ചിട്ടില്ല. അതിനകത്ത് പിന്നെ മറ്റേ നമ്മളെ മാക്സിമസിനെ ബിക്കിനി കണ്ടിട്ട് മാറിയിട്ടില്ല. അതൊക്കെ ഇവിടെ സാക്സനൈഡർ എടുത്ത് വെച്ചിട്ടുണ്ട്. മറ്റേ പാവാട കുട്ടി പാവാട ഇട്ട് വന്ന്
കോമഡി ആക്കാൻ വേണ്ടി അല്ലെ അത് നല്ല രീതിയിൽ ക്ലിക്ക് ആയതുമില്ല. എന്താണ് അവർ ഉദ്ദേശം എന്നുള്ളത്. വേറെ മറ്റേ ഗോട്ട് ജോക്സ്, പിന്നെ ജോക്സ് എല്ലാത്തിനകത്തോടാ ഒരു സീരിയസ് ആവാനുള്ള ഒരു സമയം തരുന്നില്ല. പടത്തിന്റെ റാഗ്നറോക്കിന് പോലും അങ്ങനെ കുറച്ച് ടൈം അവർ തരുന്നുണ്ട്. ഇതിനകത്ത് സീരിയസ് ആവാൻ ഒരു ടൈം ഇങ്ങനെ ജോക്സ് ഇങ്ങനെ ഇട്ടിട്ട് ക്രിസ്ത്യൻ ബേൽ എന്തോ കണ്ടൊക്കെ ശരിയാന്ന് ഉള്ളതിൽ ഭേദം അങ്ങനെ ക്രിസ്ത്യൻ ബേൽ ആയിരുന്നു. അല്ല, ക്രിസ്ത്യൻ ബേലിന്റെ കാര്യം കോമഡിയാണ്. പുള്ളിയെടുത്ത് വെച്ച് ഫ്ലാഷിൽ അഭിനയിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ പറഞ്ഞില്ല, കണ്ടിട്ട് കോമഡി ആയിട്ട് തോന്നുന്നു. ഫ്ലാഷിലെ ക്യാമിയോ ഞാൻ പോയി ഓടിപ്പോയി അഭിനയിച്ച് തോർ ലെവൻ തണ്ടർ എന്ന് പറയുന്നത്. ഇതിനകത്ത് അങ്ങനെ പക്ഷേ ഗോഡ് ബുച്ചർ എന്ന് പറഞ്ഞിട്ട് ഒരു ഗോഡിനെ കൊല്ലും നമ്മൾ കാണുന്നില്ല. അതിനകത്ത് മറ്റേ നാറ്റലി പോർട്ട്മാൻ്റെ ആയതുകൊണ്ട് അപമാനപ്പെട്ട് തൊലി ഉരുങ്ങി കേട്ടോ. ഒരു ചെറുക്കന്റെ തല കാണിക്കുന്നത് എങ്ങനെയാണ് ഇത്രയും മില്യൺ ബഡ്ജറ്റ് ഉണ്ടായിട്ട് ഇതൊക്കെ എങ്ങനെ MCUലെ ഏറ്റവും വേസ്റ്റ് VFX സീൻ ചിലപ്പം അതായിരിക്കും. എൻഡ് ഗെയിമിന് ശേഷം വന്ന അതും പറയാം. പിന്നെ മറ്റേ കോണ്ടമേനിയിലെ മറ്റേ സീൻ ഉണ്ടല്ലോ, തല മാത്രം അത് പേരെന്ന് മോഡോക്ക് അത് വർക്ക് ആവില്ല. ചില സാധനങ്ങൾ നമ്മൾ വർക്ക് ആവില്ല കോമിക്കിൽ നിന്ന് വന്നാലൊന്നും. ആൻറ്റിമേലിലേക്ക് വരാം, അത് വരാനുള്ള ഐറ്റം ഉണ്ട്. അടുത്തത് പിന്നെ വക്കാണ്ട ഫോറവർ ആയിരുന്നു. MCUലെ ആവശ്യമില്ലാത്തൊരു സിനിമ എന്ന് തോന്നുന്നു. ബാക്കിയുള്ള എന്തെങ്കിലും പർപ്പസ് ഉണ്ടെന്ന് പറയാം. ഇതൊരു ആവശ്യമില്ലാത്തൊരു സിനിമ എന്ന് പറയാനുണ്ടെങ്കിൽ അതിലപ്പം പക്ഷേ അങ്ങനെ പറയലില്ല. പറഞ്ഞു കഴിഞ്ഞാൽ ഈ പടത്തിനെതിരെ പറയാൻ പാടില്ല. ബ്ലാക്ക് പാന്തറിനെതിരെ ഈ ബ്ലാക്ക് പാന്തർ 2 ഇറങ്ങിയ സമയത്ത് അത്ര പോസിറ്റീവ് റിവ്യൂ ആയിരുന്നു. എല്ലാത്തിനും ഭയങ്കര റോട്ടൻ ടൊമാറ്റോസ് IMDb എല്ലാം ഭയങ്കര സ്കോറിംഗ്. ഞാൻ കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഇതായിട്ട് തോന്നി, ഭയങ്കര ബോറിംഗ്. 3 മണിക്കൂറൊന്നും ഒന്നുമില്ല പടത്തിൽ. അവിടെയാണ് ഇതിനൊന്നും റീവാച്ച് വാല്യൂ ഇല്ല, ഓർത്തിരിക്കുന്നുമില്ല ആൾക്കാർ. അങ്ങനെ ഫിലിമേ ഉള്ള കാര്യം മറന്നുപോയി ആൾക്കാർ. അവന്മാർക്ക് പറ്റിയ ഓപ്പർച്യൂണിറ്റി ആയിരുന്നു ഈ മൾട്ടിവേഴ്സ് ഉണ്ടായിട്ട്. മൈക്കിൾ ബി ജോർഡൻ ഈസി ആയിട്ട് ബ്ലാക്ക് പാന്തർ ഒരു റീകാസ്റ്റ് ചെയ്ത് വേറെ ആരെങ്കിലും വെച്ചാൽ ചാഡ്വിക് ബോസ്മാൻ മരിച്ചതിന്റെ ആ സെന്റിമെന്റ്സ് ഭയങ്കരമായിട്ട് നിൽക്കുകയായിരുന്നു. അപ്പൊ വേറെ ആരെയും ചിന്തിക്കാൻ പറ്റില്ല. അങ്ങനൊന്നും ചിന്തിച്ചിട്ട് കാര്യമില്ല. കോമിക് ബുക്ക് ക്യാരക്ടറാണ് റീകാസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നടക്കുന്നത്. അങ്ങനെ പടം എടുക്കരുതായിരുന്നു അവർ. അത്ര ഇമോഷണൽ ഇതായിരുന്നെങ്കിൽ പുള്ളി ആ ഒരു ക്യാരക്ടർ റിട്ടയർ ചെയ്യണമായിരുന്നു. അത് ഈ പക്ക ഒരു ഗീക്ക് നേർഡ് ക്യാരക്ടറാണ്. അവരെയൊക്കെ പിടിച്ച് ബ്ലാക്ക് പാന്തർ ആക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് മറ്റേ അവളായിരുന്നെങ്കിലും കുഴപ്പമില്ലായിരുന്നു. ലുപ്പീറ്റ നായോങ്ങിന്റെ ക്യാരക്ടർ ആയിരുന്നെങ്കിൽ പിന്നെ ഓക്കെ കാര്യം അവർ അസാസിൻ അങ്ങനെ പറയും. ഇതൊരു സ്കെലറ്റ് പെണ്ണ് അവള് ബ്ലാക്ക് പാന്തർ ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് പിന്നെ ലാസ്റ്റ് മറ്റേ നെമോർ മറ്റേ ഒരു ഇത് വെച്ച് വൈബ്രേനിയം സ്പിയർ വെച്ച് ഇവളെ കുത്തുമല്ലോ. എവളത്ര സൈസ് ഉണ്ടോ എന്നിട്ട് അവള് അവൾക്ക് കുഴപ്പമൊന്നുമില്ല. ആ സ്പിയറിന്റെ അവളെ സൈസാണ്, ഒരു കുഴപ്പമില്ല. ഫസ്റ്റ് പടത്ത് ബ്ലാക്ക് പാന്തറിന്റെ ലാസ്റ്റിലെ ഇവര് UN ആയിട്ടൊക്കെ എന്തൊക്കെ എന്നിട്ട് ഇതിനകത്ത് ഡീല് ബ്രേക്ക് ചെയ്യണം. എന്നിട്ട് എവരെ ഭാഗത്താണ് ശരിയെന്നാണ് ഇവർ കാണിക്കുന്നത്. ഉണ്ട്, അങ്ങനെ ഉണ്ട്. എവരെ ഭാഗത്താണ് ശരി. അതിനകത്ത് പിന്നെ ഇവര് മറ്റേ റീറി വില്യംസിനെ ഒക്കെ റിക്രൂട്ട് ചെയ്യാൻ പോകുന്ന സീനുണ്ട്. തൊലി ഉരിഞ്ഞു പോകുന്ന വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരല്ലേ പറഞ്ഞു അയൺമാൻ ബില്ലിയർ ആയതുകൊണ്ടാണല്ലോ. അതെ, അയൺമാന്റെ കാശുണ്ടായിരുന്നു. പുള്ളി മറ്റേ ആ ഗുഹയ്ക്കകത്ത് പുള്ളിയുടെ കെട്ട് കണക്കിന് കാശുണ്ടായിരുന്നു അവിടെ. സ്വന്തമായിട്ട് താറ്റുന്നടായവര്, വേറെ ആരും താറ്റേണ്ട കാര്യമില്ല. ഈ മാർവൽ എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കി എടുത്തത് ടോണി സ്റ്റാർക്ക് ആണിങ്ങാര്. എന്നിട്ട് പുള്ളിയെ പട്ടിയാക്കുന്നു. അയാൾ കാശുള്ളതുകൊണ്ട് ചെയ്തെന്ന്. ഈ മാർവലിൽ ഓൾറെഡി ഒരു പാരലൽ യൂണിവേഴ്സിലാണ് ഇപ്പൊ പൊയ്ക്കൊണ്ടിരിക്കുന്നത്, വോക്ക് യൂണിവേഴ്സ്. ഇത് അതിന്റെ അതിന്റെയും പാരലല്ലാണ് ഇത് ഏതോ ഒരു വേറൊരു വേൾഡ്. ബാക്കിയുള്ള അടിച്ചു താഴ്ത്തു. അതാണ് പിന്നെ ഒന്ന് പിറകോട്ടുള്ള ക്യാരക്ടേഴ്സിനെ അടിച്ചു താഴ്ത്തു. പ്രത്യേകിച്ച് മെയിൽ ക്യാരക്ടേഴ്സ് ആണ്. പിന്നെ അവർക്ക് എക്സ്ട്രാ ചെയ്താ ഇവർ ആലോചിക്കേണ്ട കാര്യം ഇവരെ ഓഡിയൻസ് 90% മെയിൽസ് ആണ് കാണുന്നത്. ഈ ഫെമിനിസ്റ്റുകളൊന്നും ഈ പടത്തിന് കാണാൻ പോകുന്നില്ല. ആരെയാണ് എന്താ പറയുക കേട്ടർ ചെയ്യാൻ നോക്കുന്നത് മനസ്സിലാവുന്നത്. അതെ, അതുകൊണ്ട് തന്നെ ഇവർക്ക് എത്ര ഫ്ലോപ്പ് വന്നത് അതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് ചിലതൊക്കെ ഈ ബാറ്റൺ കൈമാറാനായിരുന്നു. ഹോക്കയൊക്കെ മെയിലി സൈൻഫീൽഡ് അത് നീ പറഞ്ഞ പോലെ മറ്റേ ഇങ്ങനെ പുതിയ ജനറേഷൻ വാർത്തെടുക്കാൻ. എന്നാൽ അവരെല്ലാം NDAവിലുണ്ടോ അതും വലിയ പിടിയില്ല. ഐ മീൻ ഡൂംസ്റ്റേല് ഇവരെല്ലാവരും ഉണ്ടോ എന്നുള്ളത് ഉണ്ടായിട്ട് വലിയ ഇമ്പാക്ട് ഒന്നും ഇല്ല ഇവരാരും. അതിനകത്ത് പിന്നെ ഏറ്റവും വലിയ കോമഡി പീസ് എനിക്ക് തോന്നുന്നു കിങ് പിൻ ആണ് കേട്ടോ. അതിനകത്ത് അത് മറ്റേ എവളെ തോപ്പിക്കുന്നത് കേറ്റ് ബിഷപ്പ് ഒക്കെ. എന്ത് കഷ്ടമാണോ നോക്കണേ. വലിയ കൊടൂര വില്ലനൊക്കെ തീറ പെമ്പിള്ളേരൊക്കെ തോപ്പിക്കാന്ന് പറഞ്ഞ്. ഓക്കെ, ഞാൻ കണ്ടു തീർച്ചയായിട്ടും എനിക്ക് ഓർമ്മയില്ല. അതൊക്കെ മറ്റേ സ്പീഡ് റൺ ചെയ്ത് തീർത്തതാണ്. കൾട്ട് ഐറ്റംസിന്റെ പറഞ്ഞപ്പോഴാണ് ഏറ്റവും വലിയ കൾട്ട് ഐറ്റം ഇനിയാണ് വരുന്നത്. ഷീ ഹൾക്ക് ഫേസ് 4 ആണല്ലേ. ഓ മൈ ഗോഡ്. അതെ, അതിനു വേണ്ടിയാണ് ഈ പോഡ്കാസ്റ്റ് എടുത്തിരിക്കുന്നത് തന്നെ. അതിനു വേണ്ടിയാണെന്ന് പറയാം. എന്നൊക്കെ പറഞ്ഞ ഇതാണ്. ഓർമ്മയുണ്ടോ? അതിനകത്ത് എന്തോ ഒരു സീൻ പറയും, എന്താ ഈ ആങ്കർ കൺട്രോൾ ചെയ്യാൻ എന്തോ. അപ്പോൾ ഈ ആണുങ്ങളെല്ലാം അറ്റാക്ക് ചെയ്യുന്ന കുറെ സീനൊക്കെ ഉണ്ട്. അറ്റാക്ക് പറയുന്നത് ബ്രൂസ് ബാൻഡർ ഇത്രയും കൊല്ലം മറ്റേ കാട്ടിലൊക്കെ ഇരുന്നാണ് ഇത്രയും. അപ്പൊ
ഇവര് പറയും മറ്റേ ആണുങ്ങൾ കളിയാക്കുമായിരുന്നു, അതുകൊണ്ട് എനിക്ക് അറിയാം ഇതെന്തോ. ഇവിടെ തന്നെ 5 മിനിറ്റ് കൊണ്ട് ഇങ്ങനെക്കാൾ കിടിലാവുന്ന കാണിക്കുന്നുണ്ട് ട്രെയിനിങ് അല്ലാതെ. ട്രെയിനിങ് അതാ ഇടിച്ച് തോപ്പിക്കുന്നത്, പിന്നെ എളുപ്പമാണെന്നില്ലേ. അല്ല അത് അവിടെ നോക്കണേ ഫെമിനിസം അത് കംപ്ലീറ്റ് ഫീമെയിൽ എഴുത്തുകാരും ഫീമെയിൽ ഡയറക്ടേഴ്സ് സീരീസ് എടുത്തത് എന്തിനു വേണ്ടിയാണെന്ന് എനിക്ക് അറിയില്ല. കാണുന്ന ഒന്നും ഫെമിനിസ്റ്റുകളല്ല. അല്ല എന്നാൽ പിന്നെ അതിൽ കോമിക് ബുക്ക് എലമെന്റ് ഉണ്ടെങ്കിൽ അത് മാക്സിമം നമ്മളെ കാണുന്നവർ എന്റർടൈൻ ചെയ്യാന്നുള്ളൊരു ഐഡിയ ഉണ്ടല്ലോ. അത് ക്ലിക്കായില്ല ഇവർക്ക്. 250 മില്യണോ എന്തോ ചിലവുണ്ട് ഇതിന്. എന്നിട്ട് അതിന്റെ VFX കാണണം. എന്റെ പള്ളിയും ലാസ്റ്റ് മറ്റേ ഫോർത്ത് വാളൊക്കെ ബ്രേക്ക് ചെയ്ത് മാർവൽ സ്റ്റുഡിയോയിലൊക്കെ പോയി അവരത് കാണിക്കുന്നുണ്ട് അതിനകത്ത്. ഹൾക്കിനെയൊക്കെ മറ്റേ നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ അയൺമാനെ പട്ടിയാക്കുന്നു, അത് ഹൾക്കിനെ പട്ടിയാക്കുന്നു. ഇവരെ ഒറിജിനൽ ക്യാരക്ടർ തന്നെയാണ്. എന്തിനാണ് ഇവർ സ്വന്തം ക്യാരക്ടേഴ്സിനെ തന്നെ ഇടിച്ചെടുത്ത് നമുക്ക് അറിയത്തില്ല. നമ്മളായിട്ട് റോസ്റ്റ് ചെയ്യണ്ട. അല്ല മാർക്ക് റഫലോ പിന്നെ വയ്യ ഇതിനകത്ത് ഓൾറെഡി വയ്യാത്ത ആളായോണ്ട് അതിനകത്ത് മറ്റേ ജീപ്പൊക്കെ ഇടിച്ച് അങ്ങേരത്തെ കൊക്കയിലിടുക ഹൾക്കിനാ. മറ്റേ നീ ഇൻക്രെഡിബിൾ ഹൾക്ക് കണ്ടിട്ടില്ല? അതിനകത്ത് ആശ മറ്റേ 2 ജീപ്പ് എടുത്ത് മറ്റേ ബോക്സിംഗ് ഗ്ലൗവായിട്ട് ഉപയോഗിക്കുന്ന ആളാ. ഒരു ജീപ്പ് ഇടിച്ച് കൊക്കയിലെന്താ കളയും പുള്ളിയാ. എന്നാ ഇപ്പൊ ഈ ബ്രാൻഡിലൂടെ പുതിയ സ്പൈഡർമാൻ കാണണമെങ്കിൽ ഈ ഷീഹൾക്ക് കാണണം. അല്ല ഷീഹൾക്കിനകത്താണ് ഇയാള് മറ്റേ കയ്യിൽ ഈ കൺട്രോൾ ചെയ്യുന്നത് എങ്ങനെയാന്നൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ ഉള്ളത്. അതായത് ക്യാമറാണ്, അത് കണ്ടാലേ ബ്രാൻഡിലൂടെ മനസ്സിലാവും. മാത്രമല്ല തന്നെ അവസാനം മറ്റേ ഹൾക്കിന്റെ മോനൊക്കെ വരുമല്ലോ, ഏതോ മറ്റേ പഴയ ഫ്രീക്കന്മാരെ. അതെ. അപ്പൊ അമ്മ ആരാണ് ഇതൊന്നും പറയുന്നില്ല. ഇതാണ് എന്റെ മകൻ. എനിക്ക് പുള്ളി മൂകാംബിക സ്റ്റാറാണ്. എനിക്ക് ഇനി ഒരു മകൻ കൂടെ ഉണ്ട്. തയ്യും കൊണ്ട് പോവാണ്. അത് ഭയങ്കരമായിട്ട് ഫ്രീക്ക് ഹെയർ കട്ടാണ്. എനിക്ക് തോന്നുന്നു ഈ കോമിക് ആക്ടറേറ്റ് ആണെങ്കിൽ ഇത് മറ്റേ ഹൾക്കിന്റെ പ്ലാനറ്റ് ഹൾക്ക് പ്ലാനറ്റ് ഹൾക്കിന്റെ ബാക്കി കഥയിലെന്താണ് ഈ മോൻ വരുന്നത്. ഇവിടെ മറ്റേ വാർ മോങ്കേഴ്സിന്റെ പ്ലാനറ്റ് എന്താണ്. ഇവിടെ മറ്റേ ഈ ബസ് കട്ട് അടിക്കാൻ തന്നെ അവർക്ക് സമയം. അത് വേസ്റ്റ് VFX വരച്ചു ബാക്കില്. അതിനകത്ത് വേറൊരു സീൻ ഉണ്ടോടാ മറ്റേ ഡെയർ ലെവലിന്റെ ഇതുണ്ടല്ലോ, മറ്റേനകത്ത് കൊടൂരം മറ്റേ ഇരുട്ടത്തോന്ന് അടിച്ച് പറക്കും. ഇതിനകത്ത് രാവിലെ മറ്റേ ശങ്കരാടി മറ്റേ പരിപ്പോടെ കൊണ്ട് വരുമല്ലോ, അതുപോലെ എനിക്ക് പെട്ടെന്ന് പോണം തിരക്കൊണ്ട് കുനിഞ്ഞു പോകുന്നു. ഇങ്ങനെ കോമഡി സീനൊക്കെ കാണിക്കുന്നു. പിന്നെ ഈ സീരീസ് മൊത്തം ഇവരെ ഒരു ഡേറ്റിംഗ് ഇതുപോലെയാണ്, മെന്നിനെ അടിച്ചതാക്കാനും അങ്ങനത്തെ ഒരു അവരുടെ ലൈഫ്, സിംഗിൾ ലൈഫ്, ഡേറ്റിങ്. അതെ, മെന്നെല്ലാം മോശമാണ്, ഇവരെ ഡേറ്റ് ചെയ്യുന്നില്ല. പക്ഷെ ഇതിൽ ഏറ്റവും വലിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് ഒരു അസാധ്യ ആക്ട്രസ് ആണ് ടാറ്റിയാന മസ്ലാനി. അവരെ ഒരു റേഞ്ച് ആണെങ്കിൽ ഓർഫൻ ബ്ലാക്ക് എന്ന് പറഞ്ഞ അതിനകത്ത് ഇവര് തന്നെ ഒരു 5-6 ക്യാരക്ടറിന് പ്ലേ ചെയ്യുന്നുണ്ട്. അത് ഭയങ്കര റേഞ്ച്, 5 ഡിഫറെന്റ് ക്യാരക്ടേഴ്സ്, ഭയങ്കര റേഞ്ചുള്ള ആക്ടേഴ്സ് ആണ്. പക്ഷെ ഇവിടെ അണ്ടർ യൂട്ടിലൈസ് ചെയ്യാൻ അവർക്ക് ഭയങ്കര ഹേറ്റ് ഇതിനകത്ത് കിട്ടുന്ന. പക്ഷെ കാണുമ്പോൾ എനിക്കൊരു ഇതുണ്ട്, ഇവര് ഡിസർവ് ചെയ്യുന്ന ഒരു സീരീസ് അല്ല, നല്ലൊരു ആക്ട്രസ് ആണ് അവര്. ഇവര് പിന്നെ കോമാളിത്തരം കാണിച്ച് ഇങ്ങനെ എടുത്തെന്ന് വെച്ച് എഴുതിയ സാധനം മെറ്റീരിയൽ കൊള്ളാത്തോണ്ടുള്ള പ്രശ്നമാണ്. സിനിമകൾ ഫസ്റ്റ് എനിക്ക് തോന്നുന്നു ഫേസ് 5 ആൻഡ്മാൻ. വലിയൊരു മറ്റേ കൊടൂര വില്ലന്റെ തുടക്കോ ഒടുക്കോ ഒരു സിനിമ തന്നെ. അത് ഉറുമ്പ് അടിച്ച് ഉറുമ്പ് അടിച്ചാൽ കൊന്നടാ. ആലോചിച്ച് നോക്കി, താനോസിനെ കൊണ്ടുപോയിട്ട് ഇതുപോലെ കൊണ്ടുവന്നിട്ട് എവിടെ എൻ ഗെയിം ഒക്കെ എവിടെ ഇറങ്ങിയാണ്. അല്ല മാത്രമല്ല അവസാന സംസ്ഥാന സമ്മേളനം ഉണ്ട്, എല്ലാ ഗ്യാങ്ങുകാരും കൂടെ ഇരുന്ന് ചിരിക്കുന്നത്. അത് മീമായി. അതെ പിന്നെ മീമായല്ലോ എല്ലാരും കൂടെ വന്നിട്ട്. ഈ പടം ഇറങ്ങിയപ്പോഴത്തേക്ക് എല്ലാവരും ഗ്യാങ് കാണും വിചാരിച്ചത് ആൻഡ്മാനെ കൊന്നിട്ട് ഒരു ഭയങ്കര കൊടൂരം ഫേസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു മേജർ അവഞ്ചർ മരിക്കുന്നതോടായിരുന്നെങ്കിലേ ആ ലെവൽ സാധനം വന്നേനെ. ഇത് ആൻഡ്മാനും അല്ല തോപ്പിച്ചത്, ഉറുമ്പുകൾ അടിച്ച് മരിച്ച്. എന്നിട്ട് പറയാ എന്ത് വേറെ വേർഷനാണ്. പക്ഷെ അതിനകത്ത് തന്നെ പറയുന്നുണ്ട് ഗാങ്ങിന്റെ ഏറ്റവും പവർഫുൾ വേരിയന്റ് ആണ് പുള്ളി എന്നാണ് പറയുന്നത്. എന്നിട്ട് ഉറുമ്പ്, അപ്പൊ പിന്നെ ഇയാൾ ഇത്രയും പവർഫുൾ ആയിട്ട് ഉറുമ്പ് അടിച്ച് വന്നെങ്കിൽ ഇനി മറ്റൊന്നരൊക്കെ ഇനി ആർക്ക് കാണാം. കുറെ വെർഷൻസ് ഉണ്ട്. ഫാൻസി ഡ്രസ്സും കഥകളിയും ചെയ്തു വരും. അതോടെ പുള്ളിയുടെ വില പോയി. അതിനകത്ത് മറ്റേ ഇതുപോലെ ഉണ്ടോടാ ഇവരെ ഈ വോക്ക് ഐഡിയ ഉണ്ട്. അതായത് മറ്റേ ഈ ആന്റിമാന്റെ മോളുണ്ടല്ലോ, അവളും എന്തോ ഭയങ്കര സംഭവമാണ്. എല്ലാവരും ഭയങ്കര സംഭവമാണ്. വെറുതെ നിൽക്കുമ്പോ വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോ മൾട്ടിവേഴ്സ് ഉണ്ടാക്കുകയാണ്. അവളങ്ങ് എന്തോ കണ്ടുപിടിച്ച് മൾട്ടിവേഴ്സിലോട്ട് പോകാനുള്ള, അതും അവളെ കാർ ഷെഡ് ഇരുന്നെന്ന്. പണ്ട് ടോണി സ്റ്റാർക്ക് ചെയ്തതിന്റെ അങ്ങ് മോട്ടിച്ചൊരു പരുവാക്കിയോ പരിഗത്തി. പുള്ളി ഒരു കേവിന്ന് ചെയ്തെന്ന് വെച്ച് ഇവിടെ കാർ ഷെഡ് ഇരുന്ന് മറ്റേ ആൾ കാർ ഷെഡ് ഇരുന്ന് ചെയ്യും. ഒരാൾ ഇവിടെ എന്താ പറയാ എല്ലാവരും കാർ ഷെഡ് ഇരുന്നൊക്കെ ഉണ്ടാക്കുക. മൾട്ടിവേഴ്സ് ട്രാവൽ ചെയ്യാനുള്ള എന്തോ ഒരു ഭയങ്കര ജീനിയസ് ഡിവൈസ് ആണ്. എളുപ്പമുണ്ടല്ലോ, വീട്ടിലെ സയൻസ് പ്രോജക്ട് പോലെ ഉണ്ടായത്. ഒറ്റക്കടാ വലിയ ഇവിടെ മറ്റേ ടോണി സ്റ്റാർക്കൊക്കെ മണ്ട മറ്റേ
വലിയ ലാബ് പുള്ളി മെനക്കെട്ടിരുന്ന ടൈം മെഷീനെ കണ്ടുപിടിച്ച് അതെ ടെസ്റ്റ് ചെയ്യുന്നു. ഇതൊന്നും ഇല്ല, ചുമ്മാ ബേസ്മെന്റ് ഇരുന്ന് അങ്ങ് ചെയ്യുക ഉണ്ടാക്കിയാണ്. എന്നിട്ട് അത് 18 വയസ്സ് പോലും ആയിട്ടില്ല. അതെ, ആ പെണ്ണിനെ റീകാസ്റ്റ് ചെയ്താണ്. എൻ്റെ ഗെയിമിലുള്ള പെണ്ണല്ല, മോളല്ല അതിനകത്ത് റീകാസ്റ്റ് ചെയ്തത്. ഇന്ത്യയിലെ നോർമൽ പെണ്ണാണ് അതിനകത്ത്, അതുവരെ നോർമൽ പെണ്ണായിട്ട് അങ്ങനെ കാണിച്ചേക്കുന്നത്. അതെ, ഇവർക്ക് ഏത് ഫീമെയിൽ ക്യാരക്ടറിനെ കാണിച്ചാലും അങ്ങ് ഭയങ്കര സംഭവം. അതെ അതെ, ലെവലാക്കണം എന്നുള്ളതാണ്. അതെ അതെ, അതിന് പക്ഷെ ബാക്ക് ചെയ്യാൻ വേണ്ടിയുള്ള സ്റ്റോറി ഒന്നുമില്ല. അതെ, മാത്രമല്ല ഇതിനകത്ത് ഈ ആ ക്വാണ്ടം റിലാപ്സിനകത്ത് എത്തിക്കഴിഞ്ഞാൽ ഇത് മറ്റേ സ്പൈ കിഡ്സ് സിനിമ പോലെ ആവും, ഒരു പിള്ളേർ പടം. അതിനകത്ത് തന്നെ കോമഡിയും അതേപോലെ സ്ഥിരം ഫോർമുലാണല്ലോ. 2 ഫൈറ്റ് അടക്കാണെങ്കിൽ അതിൻ്റെ 10 ജോക്ക് പറയാന്നുള്ളത്. അതെ അതെ, അതിന്റെ ഒരു പീക്കായിരുന്നു ഈ ക്വാണ്ടമേനിയ എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ അതിനകത്ത് മറ്റേ CGI സീന് മോഡോക്കിന്റെ CGI വന്നു, അതാണ് ഏറ്റവും മോശം. ഓർത്തിരിക്കാനുള്ള ക്യാങ്ങിന്റെ ദുരന്തം എനിക്കും തന്നെ. അത് തന്നെ. മാർവൽസ് ഞാൻ കണ്ടില്ല കേട്ടോ, നീ പറ അതിനെ പറ്റി. മാർവൽസ് സിനിമ, ത്രിമൂർത്തിയോടുള്ള സിനിമയായിരുന്നു. പക്ഷേ എനിക്കൊന്നും അതിനകത്ത് ഭേദം മറ്റേ ബ്രീ ലാർസൺ ആയിരുന്നു തോന്നുന്നു. ബ്രീ ലാർസൺ ആയിരുന്നു ഭേദം. മാത്രമല്ല മറ്റേ പെണ്ണുണ്ടല്ലോ, എന്തോ ഉള്ള പേര്, മോണിക്ക റാംബോ. അല്ലല്ല, മോണിക്ക റാംബോ അല്ല, മറ്റേ കൊച്ചു പെണ്ണ് കമാല ഖാൻ. ഈ പെണ്ണ് വാ തുറന്നാൽ വായിൽ തുണി തിരികെ കയറ്റാൻ തോന്നും. തല പേരുക ഈ പെണ്ണ് സംസാരിക്കാൻ തുടങ്ങി. ഈ ക്യൂട്ട്നെസ് കയറ്റി വെക്കുമല്ലോ ഈ ചില പെണ്ണുങ്ങൾ, ഈ മനഃപൂർവ്വമായിട്ട് മുതുക്കിയാണ് എന്നാലും ക്യൂട്ട്നെസ് ഇറക്കുമല്ലോ. അതുമാതിരി ഓരോ 2 മിനിറ്റ് ഈ ക്യൂട്ട്നെസ് അങ്ങോട്ട് വെക്കും ഇറക്കി, ഭ്രാന്തെടുത്തിട്ട്. അതിനകത്ത് മാത്രമല്ല, മറ്റേ ഈ മോണിക്ക റാംബോ ആണോ അടുത്ത ക്യാപ്റ്റൻ മാർവൽ? അവളാണോ അടുത്ത ക്യാപ്റ്റൻ മാർവൽ? അല്ലല്ല, അവള് തെറിച്ച് വന്ന് വീഴുമല്ലോ വേറെ യൂണിവേഴ്സിൽ. അല്ല, ഈ മോണിക്ക റാംബോന് ശരിക്കും പവർ കിട്ടുന്നത് എങ്ങനെയാ? പവർ കിട്ടുന്ന മറ്റേ വലയത്തിനകത്ത് കയറുമ്പോ ക്യാപ്റ്റൻ മാർവലിന്റെ പവർ കിട്ടിയിരുന്നു. ഇതെന്തോന്ന് ക്യാപ്റ്റൻ മാർവൽ മറ്റേ താനോസിനെ അടിച്ചു തോൽപ്പിക്കാൻ ആളാണ് ഒരു വളയത്തിനകത്ത്. അതും മറ്റേ അവളുടെ എന്തോ ഇമാജിനറി ഒരു ഇതാണ് അതിനകത്ത് കയറിയപ്പോ പവർ കിട്ടിയെന്ന് പറഞ്ഞാൽ ഒരു സെൻസും ഇല്ലാതെ കൊണ്ടാക്കി വിടാണ്. ഇതിപ്പോ ഞാൻ ഇപ്പൊ റോഡിൽ ഞാൻ ദൈവം അത് പറയാ, ചുമ്മാ ഒരു ബാക്കിങ്ങും ഇല്ല, ഒന്നുമില്ല. അതേ ഏറ്റവും വലിയ ഇതെന്ന് പറയണത്, ചുമ്മാ അങ്ങ് ഒരു കാര്യം പറയുക, നമ്മൾ പിന്നെ അങ്ങ് വിശ്വസിച്ചോണം. അതിനകത്ത് നമ്മുടെ ഇയാൾക്ക് സാമുവൽ ജാക്സൺ ഒന്നും അനങ്ങാൻ വയ്യ, പുള്ളിക്ക് വയ്യ. അപ്പൊ പിന്നെ എന്തായാലും ക്യാഷ് കിട്ടുന്നവരാടി, ഓക്കെ വന്നു അഭിനയിച്ചു പോയി, അതേ ഉള്ളൂ. ആ പെണ്ണിനെ എടുത്ത് കളഞ്ഞാൽ തന്നെ, കമാല ഖാൻ കളഞ്ഞാൽ തന്നെ പടം ഭേദമായേനെ. മാത്രമല്ല അതിനകത്ത് ഡാൻസും ഗാനമേളയൊക്കെ ഉണ്ട്. അതിനകത്ത് ഒരു യൂണിവേഴ്സിറ്റി പോകുമ്പോൾ ഇവർ പറഞ്ഞത് യൂണിവേഴ്സിറ്റി പ്ലാൻ ചെയ്തു, അവിടെ എല്ലാവരും പാടിയാണ് സംസാരിക്കുന്നത്. എടാ പാടിയാടാ കറക്റ്റ്. അയ്യോ ഇവര് മറ്റേ അപ്പോൾ കറക്റ്റ് ഡിസ്നി പടവും കറക്റ്റ് പാടിയാൽ ഇവർ സംസാരിക്കും. ഫ്രോസൺ ഇവർ അപ്പം പിന്നെ ഗാനമേള, ഡാൻസും ഗാനമേള. ഞാൻ തിയേറ്ററിൽ ഇരുന്നപ്പോൾ ഇതെന്തും നോക്കണേ. അതിൻ്റെ ഡയറക്ടറാണ് 28 years ലേറ്റർ ബോൺ ടെമ്പിൾ എടുത്തത്. നിയാ ഡിക്കോസ്റ്റ, അതാന്ന് തോന്നുന്നു പേര്. വെടിച്ചിൽ പടമാണത്, കിടിലം പടമാണത്. അപ്പൊ അവിടെ ഇതൊന്നും ഇവരുടെ കയ്യിലല്ല. അതെ, സ്റ്റുഡിയോ ആണ് പടം എടുക്കുന്നത്. ഇവർ വെറുതെ ഡയറക്ടർ ആണെന്നുള്ളൂ. ഇവരെ ഏതെങ്കിലും ഇൻഡിപെൻഡന്റ് ഡയറക്ടേഴ്സിനെ കണ്ടുപിടിച്ചിട്ട് ഇവർക്ക് പടം ഇവരുടെ ആൾക്കാർക്ക് എടുക്കണം, ഇവരുടെ ഡിസ്നിയുടെ എക്സിക്യൂട്ടീവ്സിന്. അത്രേ ഉള്ളൂ. കിടിലൻ ഡയറക്ടറാണ്, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, ഈ വക തെളിഞ്ഞ സാധനമൊക്കെയാണ് എടുക്കുന്നത്. എനിക്ക് ഓർമ്മയില്ല. അതും ഒരു പെണ്ണാ, ഫീമെയിൽ വില്ലനാ. ഇതുപോലെ എന്തോ ഇവളുടെ ബ്രേസ്ലെറ്റ് എടുക്കാനൊക്കെ വരുന്നു, മറ്റേ കമാല ഖാൻ്റെ ബ്രേസ്ലെറ്റ് എടുക്കാൻ. എന്തെങ്കിലുമൊക്കെ പോയിന്റ് കാണുമല്ലോ. ഇതിനകത്ത് മറ്റേ സീക്രട്ട് ഇൻവേഷനിലെ ടീം ഇതിനകത്തുണ്ട്. സീക്രട്ട് ഇൻവേഷൻ്റെ സ്ക്രൾ ഇതിനകത്ത് വരുന്നുണ്ട്. സീക്രട്ട് ഇൻവേഷൻ നമ്മൾ പറഞ്ഞില്ലല്ലോ. അതെ, അതിലോട്ട് വരുന്നുണ്ട് സീക്രട്ട് ഇൻവേഷൻ. പിന്നുള്ള 2 ഞാൻ കണ്ടില്ലടാ, ക്യാപ്റ്റൻ അമേരിക്ക 4ഉം തണ്ടർ ബോൾസും ഞാൻ കണ്ടില്ല. ക്യാപ്റ്റൻ അമേരിക്ക 4 കുഴപ്പമില്ല. ഇതിനകത്തൊരു എയർ സീക്വൻസ് ഒക്കെ പക്കയായിരുന്നു. ഇതിനകത്ത് 3Dയും എല്ലാം ഹെവി ആയിരുന്നു സീരീസൊക്കെ. ഇപ്പോൾ ഭയങ്കര പ്ലസ് പോയിന്റ് ഉള്ളത് ഈ അവൻ്റെ ഹാൻഡ് കോമ്പാക്റ്റ് മറ്റേ ആ ഫാൽക്കൺ വിന്റർ സോൾജർ പോലൊന്നും അല്ല. അതിനകത്ത് പ്ലച്ചനായിരുന്നു. ഇതിനകത്ത് കിടിലം ഫൈറ്റ് എല്ലാം കിടില്ല. പക്ഷേ ഇങ്ങനെ റെഡ് ഹൾക്കിൻ്റെ പിടിച്ചിരിക്കുന്ന അയാൾ തോൽവി സമ്മതിക്കും, തോറ്റു കൊടുക്കുന്ന അവസാനം സംസാരിച്ച് ഓക്കെ കൊല്ലണേ ഡൂ ബെറ്ററിന്റെ വേറൊരു വർഷം പറയും. ഇതിനകത്ത് അളിയ പള്ളിയിൽ അച്ഛനായാൽ മതിയായിരുന്നു, എത്ര ജീവൻ രക്ഷിച്ചാൽ. സംസാരിച്ചൊക്കെ തോൽപ്പിക്കും, സംസാരിക്കും, അവസാനം ഉപദേശിക്കും. അനിയാന്നിൽ പുള്ളി നിൽക്കും. അപ്പോൾ പെട്ടെന്ന് ഓർമ്മ വരും പുള്ളിക്ക്, ഹൾക്കിന് ഓർമ്മ വന്നിട്ട് പുള്ളി പതുക്കെ ശാന്തനാവും. അങ്ങനെ ആക്ച്വലി സാധാരണ ഗേൾ ഫ്രണ്ട് പറയുമ്പോഴാണെന്ന് പറ്റി ഹൾക്കിൻ്റെ അടുത്ത് എന്നിട്ട് സംസാരിക്കുമ്പോഴാണല്ലോ പുള്ളി ശാന്തനാകുന്നത്. വെറുതെ കണ്ടുപോകുന്നൊരു ഫിലിമാണ്, പക്ഷേ എന്നാൽ പോരാന്നുള്ള ഫിലിമാണ്, അത്രേ ഉള്ളൂ. തണ്ടർ ബോൾസ് എനിക്ക് ഇഷ്ടപ്പെട്ടതേ ഇല്ല. അത് തെറാപ്പി സെഷനാണ്, വെറുതെ ഈ ആൾക്കാരെ വിളിച്ചിരുത്തി ഉപദേശിക്കലാണ്. അതിനകത്ത് ഭയങ്കര റിവ്യൂ ഒക്കെയാണ്. ഞാനാണെങ്കിൽ കേട്ടോ, അതായത് ഈ ഡിപ്രഷനും ഇതൊക്കെ ഭയങ്കരമായിട്ട് ഹാൻഡിൽ ചെയ്യുന്ന ഒരു പടം. അതിനകത്ത്
ആദ്യത്തെ ഫസ്റ്റ് ഹാഫ് ഒരു പടം, സെക്കൻഡ് ഹാഫ് വേറൊരു പടം. ഫസ്റ്റ് ഹാഫ് വന്നിട്ട് ഒരു റൂമിനകത്ത് ഇവർ കൂട്ടടിയും ബഹളം. സെക്കൻഡ് ഹാഫ് വരുമ്പം ഈ തെറാപ്പി സെഷൻ, ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത്ര സീരിയസ് ടോണൊക്കെ ആണെങ്കിൽ ഇടയ്ക്ക് ജോക്സ് മസ്റ്റ് ആയിരിക്കുമല്ലോ. ജോക്ക് മസ്റ്റ് ആയിരിക്കും. അവസാനം ഇവർ എന്തോ ഭയങ്കര തെറാപ്പി പരിപാടിയാണ് ഉദ്ദേശിച്ചെങ്കിലും അങ്ങോട്ട് ക്ലിക്ക് ആയിട്ടില്ല അവസാനം. സീക്രട്ട് ഇൻവേഷൻ ഞാൻ കണ്ടു തീർത്തില്ല, പക്ഷേ ഓർമ്മ കിട്ടുന്നില്ല, ഒന്നും ഓർമ്മ കിട്ടുന്നില്ല. ലാസ്റ്റ് അതിനകത്ത് മറ്റേ എമീലിയ ക്ലാർക്കിന്റെ ക്യാരക്ടർ പറഞ്ഞു വരുമ്പോഴത്തേക്ക് വേൾഡിലെ ഏറ്റവും പവർഫുൾ അവരായി കഴിഞ്ഞതാ. ചുമ്മാ ഇതാണ് പറഞ്ഞേ, ഒരു ക്യാരക്ടർ അങ്ങ് കാണിക്കും, അവരങ്ങ് പവർഫുൾ ആവും. അല്ല മാത്രമല്ല എല്ലാവരുടെ പവർ പുള്ളിക്കാരിക്കും ഉണ്ട്. പുള്ളിക്കാരിക്കും ഒന്നുമില്ല, പവർഫുൾ ആയി കഴിഞ്ഞു. ഇനി പക്ഷെ അവരെ കാണിക്കാനും പോകുന്നില്ല. അത് ഏറ്റവും വലിയ കോമഡി. നമ്മുടെ വാർ മെഷീൻ അയാൾ സ്ക്രള്ളാണെന്നൊക്കെ പറയുക, അതൊക്കെ എത്ര കോൺട്രാ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന കാര്യം എന്നറിയാവോ? എത്ര ഇതാവും ഭയങ്കര പറഞ്ഞങ്ങ് വിട. എല്ലാം മായച്ചളാ ഈ സംഭവം പറഞ്ഞാൽ, എല്ലാം മായച്ചളാ. ഇതുവരെ കണ്ടൊന്നും ഒരു ബന്ധവും ഇല്ല എന്ന് പറഞ്ഞാൽ പറയാം. അവർ സ്വന്തമായിട്ട് തന്നെ ഇത്. അതെ 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 അതെ. വേറെ എന്തെങ്കിലും ഉണ്ടോ? എക്കോ ഉണ്ട്. ലാസ്റ്റ് ഇങ്ങനെ ഇതാക്കുന്നേ കൊണ്ടടാ, മറ്റേ കിങ് പിന്നിനെയൊക്കെ എന്തോ ഇവര് പവർ വെച്ച് നല്ലവനാക്കുമെന്നാ. അതാ എനിക്ക് തന്നെ മനസ്സിലാകുന്ന ഇവരെന്തോ ഉദ്ദേശമെന്ന്. പവർ വെച്ച് പുള്ളിയുടെ മനസ്സങ്ങ് നന്നാക്കും, നല്ലവനാക്കുന്നു. എന്നാ പിന്നെ എളുപ്പമുണ്ടല്ലോ, എല്ലാം അങ്ങ് ചുമ്മാ അടിച്ചു വിടുക. അതെ. ആദ്യത്തെ 3 എപ്പിസോഡ് പക്കായിരുന്നു, അത് കഴിഞ്ഞ് പോയി, ആ സീരീസും പോയി. പിന്നെ അയൺഹാർട്ടൊന്നും പറയേണ്ട കാര്യമില്ല, അയൺഹാർട്ടൊന്നും കാണേണ്ട കാര്യം പോലും ഇല്ല. നമ്മളെ ഈ മാർവലിലെ കുറെ കാലത്തുള്ള ഒരു റണ്ണിങ് ഇതായത്, അതായത് ഈ ഇതില് മറ്റേ മെഫിസ്റ്റോ കാണും. ലാസ്റ്റ് മെഫിസ്റ്റോ വന്നപ്പോ ആർക്കും വേണ്ട, എല്ലാരും നിർത്തി. അപ്പോഴത്തേക്കും വേണ്ട ഇതിന്റെ നമുക്കൊന്ന്. അപ്പോഴേക്കും ഡോക്ടർ ഡൂമൊക്കെ എത്തി. ഇനിയിപ്പോ പോട്ടെ അതുവഴി. അയ്യോ. അപ്പോൾ നമ്മൾ ഒരുപാട് പറയാൻ ബാക്കിയുണ്ട്, പറഞ്ഞാൽ തീരത്തില്ല. അത്ര അപരാധം ഒരു ദിവസം മൊത്തം ഇരുന്ന് പറഞ്ഞാൽ തീരുന്ന കാര്യമല്ല. 5 വർഷത്തിനിടയ്ക്ക് മാർവല് സഹായിച്ച് എടുത്തു വെച്ചിട്ടുള്ളത്. സത്യം പറഞ്ഞ ഈ യവന്മാരെ തന്നെ പറയുന്ന ക്ലിപ്പ് എടുത്തിട്ട് അതിട്ട് അവന്മാരെ സ്വയം റോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മൾ പറഞ്ഞ ടോണി സ്റ്റാർക്കിനെ ഇവരെ സ്വന്തം ക്യാരക്ടേഴ്സ് നമ്മളായിരുന്നു പറയണ്ട. അതെ, ഒന്നും പറയേണ്ട ആവശ്യമില്ല. അല്ല, ഇനിയെങ്കിലും അവരൊന്ന് രക്ഷപ്പെടുമെന്ന് വിശ്വസിക്കാം. നമ്മൾ DC ഫാൻസ് ആണെങ്കിൽ ഉള്ളിനുള്ളിൽ സൂപ്പർ ഹീറോ ഫാൻസ് തന്നെയാണ്. നല്ല കോമിക് സിനിമകളും. അതെ, നമ്മൾ ഈ എൻഗെയിം ഇറങ്ങണവരെ എല്ലാ പടം മുടങ്ങാതെ തിയേറ്ററിൽ പോയി കണ്ടുകൊണ്ടിരുന്നത്. ഇവര് തന്നെ വെറുപ്പിച്ച പിന്നെ നമ്മൾ നല്ല പടങ്ങൾ വരട്ടെ, നല്ല സിനിമകൾ വന്നാൽ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ്. MCU ആയാലും DC ആയാലും എല്ലാം. സോ അങ്ങനൊരു പ്രതീക്ഷയിൽ നമുക്ക് ഈ പോഡ്കാസ്റ്റ് അവസാനിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഇത് ആദ്യമായിട്ടാണ് കേൾക്കുന്നതെങ്കിൽ പോഡ്കാസ്റ്റിൻ്റെ പ്ലേലിസ്റ്റ് ഉണ്ട്, അതിനകത്ത് 2 എപ്പിസോഡ് കണ്ടു നോക്കുക. അതേപോലെ തന്നെ ഞങ്ങൾ ഇനിയും ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ നിങ്ങൾ പോഡ്കാസ്റ്റ് നല്ല ടോപ്പിക്കുമായിട്ട് വരാം. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ വരുന്നതെങ്കിൽ ദയവായി ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു വീക്കെൻഡ് റിവ്യൂസ്. അടുത്ത തവണ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.